ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് മുംബൈയിൽ വാശിയിലാണ്. വാശിയിൽ ഇവിടെ ഇന്നോർബിറ്റ് മോളിൻ്റെ മുമ്പിൽ വന്നേ. അപ്പോൾ നമുക്ക് മുംബൈയിലെ വിശേഷങ്ങൾ കാണാം. റോഡ് ക്രോസ് ചെയ്യുന്ന നല്ല തിരക്കാണ് ഇവിടെ. നമുക്ക് വാശിയിലെ വിശേഷങ്ങൾ കാണാം. മുംബൈയിലെ വാശി നവി മുംബൈയാണ്, നവി മുംബൈ. അപ്പോൾ ഇതാണ് ഇന്നോർബിറ്റ് മോൾ. ഒരു നീറ്റ് ആൻഡ് ക്ലീൻ മോളായത്, നീറ്റ് ആൻഡ് ക്ലീൻ. ഇതൊരു ജംഗ്ഷനാണ്, വാശിയിൽ ജംഗ്ഷനാണ്. ഈ വഴി നേരെ മുംബൈയിലേക്കും പോവാം. അപ്പോൾ അതുകൊണ്ട് ഈ റോഡ് നല്ല തിരക്കാണ്. ക്രോസ് ചെയ്ത് കിട്ടാനേ കുറച്ച് പണിയാണ്. ഇതാണ് വാശിയിലെ ഇന്നോർബിറ്റ് മോൾ. അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളും ഇവിടെ ഈ മോളിലുണ്ട്. സിനിമ തിയേറ്റർ മാത്രമില്ല, ബാക്കി ഫുഡ് കോർട്ട്, പ്ലേ ഏരിയ, അതുപോലെ ഷോപ്പിംഗ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത് വരിക വാശി റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താ വരിക. വൈകുന്നേര സമയമുണ്ട്, നല്ല കാറ്റുണ്ട് ഇവിടെ. മുംബൈയിൽ വരുമ്പോൾ നിങ്ങൾ ബൈക്കെല്ലാം പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നോ പാർക്കിംഗ് എല്ലാം വെച്ച് കഴിഞ്ഞ് മോളിലോ അല്ല ഷോപ്പിംഗ് എല്ലാം പോയി തിരിച്ചു വരുമ്പോൾ ബൈക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് പേ പാർക്കിംഗ് തന്നെ വെക്കുക. പുറത്ത് അല്ലെങ്കിൽ ഉള്ളിൽ, മോളിൻ്റെ ഉള്ളിൽ പാർക്കിങ്ങിൽ വെക്കുക. മോളിൻ്റെ ഉള്ളിൽ പാർക്കിങ്ങിന് 30 രൂപയല്ലോ, അധികം മോളിൽ 30 രൂപയാണ് പാർക്കിങ്ങിന്. 2 മണിക്കൂർ 30. പുറത്താവുമ്പോൾ 20 രൂപ തൊട്ടിട്ട് പാർക്കിംഗ്. അത് പിന്നെ അങ്ങനെ സമയമൊന്നുമില്ല. അപ്പം ബൈക്കും വണ്ടിയെല്ലാം പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അധികം ട്രാഫിക് വന്നിട്ട് ബൈക്കെല്ലാം പൊക്കിക്കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ 1-2 നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഒരു പബ്ബുണ്ട്, പോട്ട്പുരി റെസ്റ്റോറന്റ് ഉണ്ട്, ഏർബൻ തടുക്ക, പിന്നെ ഇവിടെ ഒരു ബിയർ പാർലർ ഉണ്ട്. 1+1 ഫ്രീ. ഏതായാലും സെക്യൂരിറ്റി ചെക്ക്, അതുകൊണ്ട് പെട്ടെന്ന് കയറിപ്പോ. ജസ്റ്റ് മോളുടെ ഉള്ളിലാണ്. ഒരു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ മോളാ. അധികം തിരക്കുമില്ല. ഇവിടെ വാശിയിലാകുമ്പം വലിയ ക്രൗഡില്ല. ഒരുവിധം ബ്രാൻഡ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള മോളുകളിൽ ഇപ്പോൾ കൂടുതലും റിലയൻസ് ട്രെൻഡിൻ്റെ ഔട്ട്ലെറ്റ്സാണ് ഉള്ളത്. അതുപോലെ റിലയൻസിൻ്റെ മാർട്ടുണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും മോളിലെല്ലാം ഇല്ലത്. ഇവിടെ ഒരു കുക്കി സ്റ്റോർ ഉണ്ട്, കുക്കി സ്റ്റോർ. കാണിച്ചു തരാം. നല്ല മണം വരുന്നുണ്ട് കുക്കീസിൻ്റെ. ഇതാ കുക്കി മാൻ. കുക്കീസ് എന്ന് പറഞ്ഞാൽ പല വെറൈറ്റി കുക്കീസാണ്. കാണിച്ചു തരാം ജസ്റ്റ്. ഒരുപാട് തരം കുക്കീസ് ഉണ്ട്. കുക്കീസ് ഉണ്ട്, ഡോണറ്റ് ഉണ്ട്. കുക്കീസ് തന്നെ മെയിനായിട്ട്, പലതരം കുക്കീസ്. കുക്കിമാൻ എന്ന പേര്. കുറെ ഒരുവിധം എല്ലാ ബ്രാൻഡ്സിന്റെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. സ്പൈക്കർ, US പോളോ, ബെവർലി ഹിൽസ്, പോളോ ക്ലബ്, and
മാർക്സ് ആൻഡ് സ്പെൻസേഴ്സ്, മാമ എർത്ത് കോസ്മെറ്റിക്സ്, അങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പബ് ഉണ്ട്. സ്മാർട്ട് ബസാർ, റിലയൻസിന്റെ സ്മാർട്ട് ബസാർ. അധികം മോളുകളിലും ഇപ്പോൾ റിലയൻസിന്റെ സ്മാർട്ട് ബസാർ ഉണ്ട്. അത് നമുക്ക് ഒന്ന് സ്മാർട്ട് ബസാർ കയറാം. സാംസങ് ഗാലക്സി സ്റ്റോർ, സാംസങ് ഗാലക്സി. മറ്റുള്ള മോള് പോലെ അല്ല കേട്ടോ, ഇവിടെ എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. ചെറിയ മോളുമാണ്. മാമ-എർത്തിന്റെ കോസ്മെറ്റിക്സ്, ഫേസ് വാഷ്, ഈ വക എല്ലാ കാര്യങ്ങളുണ്ട്. ബോഡി സ്ക്രബ്, ഫേസ് വാഷ്, മോയ്സ്ചറൈസേഴ്സ്. ക്രോക്സിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂംസ്, ക്രോക്സ്, എല്ലാതരം സാധനങ്ങളുണ്ട് ക്രോക്സിൻ്റെ. ഇങ്ങനെ ഇവിടെ നിന്നെല്ലാം മേടിക്കുമ്പോൾ ഒറിജിനൽ സാധനം കിട്ടും. അല്ലെങ്കിൽ പുറത്തുനിന്നും ഓൺലൈനിലെല്ലാം കുറേ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ്. ബ്രാൻഡ് മേടിക്കുമ്പം ഷോറൂമിൻ്റെ ഔട്ട്ലെറ്റ്സ് തന്നെ മേടിക്കുക. കാരണം ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഫേക്ക് ഐറ്റംസ് കറണ്ടമാനം വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അടുത്ത ന്യൂസിൽ വായിച്ചാണ് കേട്ടോ. ഈ പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതുപോലെ ഇല്ല ഈ മാർക്കറ്റിംഗ് സ്റ്റോഴ്സിൻ്റെ വെയർ ഹൗസിൽ കംപ്ലീറ്റ് ഇങ്ങനെ സാധനങ്ങൾ, സ്റ്റോക്ക് ഔട്ടായ സാധനങ്ങളും ഔട്ട്ഡേറ്റഡും ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡ്സും എല്ലാം ഇങ്ങനെ കെട്ടിക്കിടക്കുക. അതിൽ റെയ്ഡ് ചെയ്ത് പിടിച്ചിരുന്ന് കുറേ ലക്ഷങ്ങളെ സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾ ഷൂസോ വാച്ചസോ ഗോഗിൾസോ സൺഗ്ലാസസോ ഇതെല്ലാം മേടിക്കുമ്പോൾ ഒറിജിനൽ ഷോറൂമിൽ നിന്ന് മേടിക്കുക. എന്നാൽ ജെന്യൂൻ ആയിട്ടുള്ള സാധനം കിട്ടും, പ്രൊഡക്റ്റ്. പൈസയും കൊടുത്ത് ഫേക്കിലേക്ക് വീഴാണ്ടിരിക്കുക. ഓഫറില്ല സമയം വരണം മോളിൽ, എന്നാലേ കുറച്ചൊരു ഡിസ്കൗണ്ട് എല്ലാം ഉണ്ടാവും. 40%, 50%, ബൈ വൺ ഗെറ്റ് വൺ. ഈ മോള് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താ വെച്ചാൽ ആള് കുറവാണ്, ക്രൗഡ് കുറവാണ്. പിന്നെ എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. നമ്മളെ ബിസ്ക്കറ്റ് കുക്കീസിൻ്റെ മണം ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. വായിന്ന് വെള്ളം വരിക. KFCൻ്റെ ലഞ്ച് ഓഫർ 149 ലഞ്ച് സ്പെഷ്യൽസ് 11 AM to 4 PM ലഞ്ച്. ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ വന്ന്, സെക്കൻഡ് ഫ്ലോറിൽ ഫുഡ് ഔട്ട്ലെറ്റ്സാണ് കൂടുതലും. നാച്ചുറൽസ്, ബർഗർ കിങ്, ചൈനീസ് വോക്ക്, മക്ഡൊണാൾഡ്സ്. ചില ബോർഡുകളിൽ ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. മക്ഡൊണാൾഡ്സ് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല, ഹിന്ദിയിൽ എഴുതിയ. അതുപോലെ ഇവിടെ കുട്ടികളെ പ്ലേ ഏരിയ ഉണ്ട്. സഫാരി ബാഗ്സ്, നല്ല ബാഗ്സ്, സഫാരി ബാഗ്സ്. മോച്ചി, ആഡിഡാസ്, സ്കെച്ചേഴ്സ്, ക്യാമ്പസ്, ഇന്ത്യൻ ബ്രാൻഡ് ക്യാമ്പസ്. നല്ല പ്രോഡക്റ്റ്, ലോങ് ലാസ്റ്റിംഗ്. കില്ലർ ജീൻസ് പണ്ടേ ഉണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമെല്ലാം ഉണ്ട് കില്ലർ. കർണാടകയാണ് ഇതിൻ്റെ, ബാംഗ്ലൂരിലാണ് ഇതിൻ്റെ മെയിൻ കില്ലർ. എനിക്കൊന്ന് അരവിന്ദ് മിൽസിൻ്റെ ആണെന്ന് തോന്നുന്നു ഈ കില്ലർ ബ്രാൻഡ് എന്നെനിക്ക് തോന്നുന്നു. അരവിന്ദ് മിൽസിൻ്റെ അണ്ടറിൽ വരുന്നതാണെന്ന് തോന്നുന്നു. അരവിന്ദ് മിൽസിൻ്റെ അണ്ടറിൽ കുറേ വരുന്നുണ്ട്.
ഏതെല്ലാം ചോദിച്ചാൽ ഫ്ലൈയിങ് മെഷീൻ വരുന്നുണ്ട്. ഫ്ലൈയിങ് മെഷീൻ നല്ല ബ്രാൻഡാണ് ഫ്ലൈയിങ് മെഷീൻ. പിന്നെ പണ്ട് അക്ഷയ് കുമാർ പരസ്യം ചെയ്ത ബ്രാൻഡുണ്ട് റഫ് ആൻഡ് ടഫ്. ഇതെല്ലാം ഏകദേശം ഒരേ ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന അരവിന്ദ് മിൽസ് ആണെന്ന് തോന്നുന്നു. ഇതാണ് ടൈം സോൺ പ്ലേ ഏരിയ. ഈ സാധനം കാണുന്നില്ല നിങ്ങൾ ടൈം സോണിൽ? ഈ സാധനം വെർച്വൽ ഗെയിം. ആ ഗോഗിൾസ് പോലത്തെ സംഗതി ഇട്ടിട്ട് അതിലിങ്ങനെ സ്ക്രീനിൽ കാണാം എന്തല്ല. അതിനനുസരിച്ചിട്ട് ഈ സംഗതി ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ഇവിടെ എന്നാ കാണിക്കുന്നതെന്ന് ഈ സ്ക്രീനിൽ ഇവിടെ ഈ സ്ക്രീനിൽ കാണാം. ആ ഗോഗിൾസ് ഇട്ട് എന്താ കാണുക. ഈ സ്ക്രീനിൽ ഇത് ഇളകുന്നതിനനുസരിച്ചിട്ട് അവിടെ ഇളകും. ഇതിപ്പോൾ ഒരു ഗെയിം പോലത്തെ ഒരു കളിയാണ്. സോംബി കണ്ട, സോംബീൻ്റെ ഗെയിം പോലത്തെ ഒരു കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ഉണ്ട് കുട്ടിയൊക്കെ കളിക്കാനാണെങ്കിൽ കുറേ ഉണ്ട്. പിന്നെ സാറ്റർഡേ സൺഡേ ഒഴിച്ച് ബാക്കി ദിവസങ്ങളിൽ ഓഫറുണ്ട്. 50% കൊടുക്കണ്ടു. ഹാഫ് റേറ്റ്. എത്രയുണ്ട്? ഹാഫ് റേറ്റ് കൊടുക്കണ്ടു. ഇന്ന് ഹാഫ് റേറ്റ് അല്ല, ഇന്ന് അംബേദ്കർ ജയന്തിന്റെ ദിവസം. ഇന്ന് ശരിക്കും തിങ്കളാഴ്ച ആണെങ്കിൽ ഹാഫ് റേറ്റാണ് വരേണ്ടത്. പക്ഷെ ഇന്ന് അംബേദ്കർ ജയന്തിന്റെ ലീവായതുകൊണ്ട്, ഹോളിഡേ ആയതുകൊണ്ട് ഹാഫ് റേറ്റ് ഇല്ല. അല്ലെങ്കിൽ തിങ്കളാഴ്ച ഹാഫ് റേറ്റാണ്. നമ്മളിപ്പോ സാറ്റർഡേ സൺഡേ ഒരു ഗെയിം കളിക്കുന്നതിന് പകരം വീക്ക് ഡേയ്സിൽ 2 ഗെയിം കളിക്കാം. ചിലതൊന്നും ഇൻട്രസ്റ്റിംഗ് ഇല്ലാത്ത ഗെയിമാണ്, വെറും ആളെ പറ്റിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റേ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നില്ലേ, ചെറിയ ആം വെച്ച് ലിഫ്റ്റ് ചെയ്യുന്നതാ. ഇത് വെറും പറ്റിക്കല. ഈ സാധനം ഈ ഗെയിം ആം വെച്ച് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന ചിലപ്പം കിട്ടും, അധികം കിട്ടലില്ല. ഒരുപാട് ഗെയിംസ് ഉണ്ട്, ഒരുപാട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഡാഷിംഗ് കാറിന് ക്യൂ ആണല്ലോ. ഇത് കുഴപ്പമില്ല ഡാഷിംഗ് കാറ്. ഞാനൊരു 2 മാസം മുമ്പേ ഈ ഡാഷിംഗ് കാർ കളിച്ചിന്. നല്ലുണ്ട്. ഒരു 3-4 മിനിറ്റേ കിട്ടും. 3-4 മിനിറ്റേ കിട്ടും ഡാഷിംഗ് കാറ്. പിന്നെ കുറെ കൂടിയിട്ട് ഡാഷിംഗ് കാർ കളിച്ച. എനിക്കൊന്ന് ഒരു 10-15 വർഷത്തിന് ശേഷം ഡാഷിംഗ് കാർ ഇപ്പോൾ 1 മാസം മുന്നേ കളിച്ച ഇവിടുന്ന്. ഗെയിംസ് കുറേ ഉണ്ട് ഇവിടെ, കുട്ടികൾക്ക് കളിക്കണ്ട്. പിന്നെ ബൗളിംഗ് ഉണ്ട്. ഇത് ബൗളിംഗ് ഏരിയയിൽ കാണിച്ചു തരാം. പിള്ളേർ ബൗളിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഡാഷിംഗ് കാറിന്റെ അവിടെ നിന്നാൽ ബൗളിംഗ് കാണാൻ. കാണിച്ചു തരാം. ബൗളിംഗ് ഏരിയ ക്ലിയറായി കാണുന്നുണ്ടോന്നറിയില്ല. അവിടെ ഏതാ പിള്ളമാര് ബോൾ എറിയുന്നുണ്ടോ? ബൗളിംഗ് താഴെ കണ്ട ക്ലബ്സ്. ഇതിന് ബൗളിങ്ങിന് ഒരു മണിക്കൂറിന് 250 റുപ്പീസാണെന്ന് തോന്നുന്നു. 250 റുപ്പീസ് ഒരു മണിക്കൂറിന് ഒരാൾക്കാണ്. അപ്പോൾ 2 ആൾ കളിക്കുന്നുണ്ടെങ്കിൽ 500 റുപ്യ ആവും. ടീമായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ ആളെ അനുസരിച്ചിട്ട് ഒരാൾക്ക് 200-250 രൂപ വെച്ചിട്ടാവും ബൗളിംഗ്. ആള് കളിക്കുന്നുണ്ട് അവിടുന്ന്. അവനെറിഞ്ഞ് 2 ബോളിൽ ഒന്നാതുണ്ട്. അപ്പൊ ഇത് ഇവിടെ ബൗളിംഗ് ഏരിയ ഉണ്ട്. ആളിങ്ങനെ ചെക്കൻ എറിയുന്നുണ്ട് അവിടുന്ന്. എറിയുമോനെ കേട്ടോ. അവിടെ
നമ്മളിവിടുന്ന് അങ്ങോട്ട് പോട്ടെ. ഡാഷിംഗ് കാറിൽ കയറാൻ വേണ്ടി നല്ല തിരക്കാ. തിരക്ക് കുറവായിരുന്നു എന്തായാലും. അപ്പോ ഇതാണ് പ്ലേ ഏരിയ. പിന്നെ ഒരു നല്ല സംഭവം ഇതാ ഇവര് കളിക്കുന്ന, അത് കഴിഞ്ഞു. ഇതിലിങ്ങനെ സ്ട്രൈക്കർ പോലത്തെ വരും കോയിൻസ്. അത് കോയിന് വരുന്നത് ഇതാ ഈ സാധനം കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുക. അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്ലെയർ വെച്ചിട്ട് തട്ടി കളിക്കുക. ആ കോയിൻസ് ഇതാ ഈ ആ ഗ്യാപ്പിൽ ഇങ്ങനെ ഉള്ളിലേക്ക് സ്ലൈഡായി പോകും. ഇതൊരു നല്ല ഗെയിമാ ഈ സംഗതി. ഓ ചെക്കൻ കുതിരേമേലിതാ, കുതിരേമേൽ അടിച്ചു വിടുന്നതാ. ഓ ഇവിടെ സ്ക്രീനില് കാണുന്നുണ്ട് ഗെയിമാ. വേറെ ഉണ്ട് ഹാമർ. ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ അത് പൊന്തും സാധനം. പേണം ഹാമർ അടിക്കുന്നുണ്ട് ചെക്കൻ, ആഞ്ഞടിക്കുന്നുണ്ട്. അടിക്കട്ടെ പിള്ളമാര്. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഫൺ ഏരിയ, ഫൺ സോൺ. വെറുതെ ഒരു നേരം പോക്ക്. അപ്പൊ ഇങ്ങനെയെല്ലാം മോളിലെല്ലാം വരിക. ചൂടല്ലേ പുറത്ത്. ഇപ്പോ മോളിന്റെ 3rd ഫ്ലോറിനുള്ള വ്യൂ ആണ് ഇത്. ടോപ്പ് ഫ്ലോറിന്ന് ഈ ടോപ്പ് ഫ്ലോറിലാണ് ഫുഡ് കോർട്ട് ഉള്ളതും പിന്നെ ഗെയിം സോൺ, പിന്നെ കുറെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ചില ഔട്ട്ലെറ്റ്സ് എല്ലാം ഒരുവിധം മോളിലെല്ലാം കോമണാ. ഇപ്പൊ ഇതാ ഈ മുമ്പ് കാണുന്ന ക്രോസ് വേർഡ് എന്ന് പറഞ്ഞ ഔട്ട്ലെറ്റ്, അതുപോലെ മോച്ചി, പിന്നെ ഈ ബ്രാൻഡഡ് ഷൂസിന്റെ ബ്രാൻഡഡ് ഡ്രസ്സിന്റെ ഔട്ട്ലെറ്റ്സ്, ഇതെല്ലാം അധികം കുറേ മോളുകളിൽ കോമണാണ്. അപ്പോൾ നമ്മൾ ഈ ഓരോ മോളിൽ ഇങ്ങനെ വരുമ്പോൾ അവിടെ കണ്ട തന്നെ ഇവിടെ കാണും, ഇവിടെ കണ്ട തന്നെ അവിടെ കാണും. ഇപ്പോൾ സ്കെച്ചേഴ്സ്, Inc.5, അഡിഡാസ്, അതുപോലെ ഫുഡ് കോർട്ട് കയറി കഴിഞ്ഞാൽ മാക്ഡൊണാൾഡ്സ് അത് വേറെ. പിന്നെ ഇങ്ങനെയുള്ള പിസ്സ, ബർഗർ, ഇതിൻ്റെ എല്ലാ ഔട്ട്ലെറ്റ്സ് എല്ലാം കോമൺ ആണെന്നല്ലോ കുറേയെല്ലാം. ബാസ്കിൻ റോബിൻസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മോളിൽ ഓരോ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങുമ്പോൾ എല്ലാം ഏകദേശം ഒരു കോമൺ ആയിട്ട് കാണും. കില്ലർ സൈക്കിളെല്ലാം വെച്ചിരിക്കുന്ന പ്രൈസ് മണി ആയിട്ട് വെച്ച. ഇവിടെ കണ്ടോ സൈക്കിളെല്ലാം പ്രൈസ് മണി ആയിട്ട് വെച്ചെന്തോ എന്തോ ഗെയിമിന്റെ അത്. ഗെയിമിന്റെ ഉള്ളിലായില്ല. നല്ല സൗണ്ട് എഫക്ട്, നല്ല സൂപ്പർ സൗണ്ട് എഫക്ട്. ഇവിടെയെല്ലാം സ്പീക്കർ ഉണ്ട്. ഇവിടെയുണ്ട് സ്പീക്കർ, മുകളിൽ സ്പീക്കർ ഉണ്ട്, ഫ്രണ്ടില് സ്പീക്കർ ഉണ്ട്. നല്ല DTS സൗണ്ട് പോലെ ഇല്ല സൗണ്ട്. ഇതൊരു ഗെയിമാണ്, ഫയർ ടീം റാവൻ ഹാലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ്. സ്ക്രീന് വേണ്ട, വലിയ. ഈ ഗെയിമിന് ചാർജ് വേണ്ട, 80 റുപ്പീസ്. റെഗുലർ ആണ് ഇന്ന്. സോറി, മൺഡേ അല്ല, ട്യൂസ്ഡേ ആണ് ഹാഫ് റേറ്റ്.
ഇതാണ് ആ ഗെയിം.